ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നഗരവും അതോടൊപ്പം ക്ഷേത്രവും ദീപപ്രഭയിലാണ് ക്ഷേത്രവും പരിസരവും എല്ലാം ഉള്ളത്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ് ഭക്തജന പ്രവാഹവും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിവരങ്ങളുമായിട്ട് അമൽ തേനമ്പറമ്പിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴേ ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി, വരുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? ലാൽ, വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് കഴിഞ്ഞ തവണയിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആദ്യ ദിനം മുതലുണ്ട്. ഭക്തരുടെ വലിയ ഒഴുക്കാണ് ആറ്റുകാൽ അമ്പലത്തിലേക്കും ഈ അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കുമെല്ലാം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ കാപ്പുകെട്ട് ചടങ്ങോട് കൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. നമ്മൾ സാധാരണ ഈ കാപ്പുകെട്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു ഉത്സവം തുടങ്ങുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നത് കൊടിയേറ്റോട് കൂടിയാണ് എങ്കിൽ കാപ്പുകെട്ട് എന്ന് പറയുന്ന ചടങ്ങോട് കൂടിയാണ് ദേവിയുടെ ഉടവാളിലും അതോടൊപ്പം തന്നെ മേൽശാന്തിയും കാപ്പ് കെട്ടിയാണ് ഇവിടുത്തെ ഈ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഇനി അങ്ങോട്ടുള്ള 8-9 ദിവസങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് ഇപ്പോൾ അകത്ത് പൂജകളും മറ്റും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഒരു ഓല കെട്ടിയ പന്തലുണ്ട്. അവിടെ തോറ്റംപാട്ട് പാടും. അങ്ങനെ ഇനി വരുന്ന 8 ദിവസം തോറ്റംപാട്ടും ആഘോഷവും ആവേശവും എല്ലാമായി ഇങ്ങനെ തിരുവനന്തപുരം പോവുകയാണ്. തിരുവനന്തപുരംകാർക്ക് ഇത് കേവലം ഒരു ഉത്സവം എന്നതിനപ്പുറത്തേക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ അകത്തെ തിരക്ക് കാണാം. ക്ഷേത്രത്തിനകത്ത് വലിയ ക്യൂ ആണ് ഉള്ളത്. രാവിലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കായിരിക്കും ഇങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാണ് ലാൽ. വരുന്നവരോട് പറയാം, ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. KSRTCയുടെ പ്രത്യേക സർവീസുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ 3000-ഓളം വരുന്ന പോലീസുകാരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് സജ്ജീകരണങ്ങൾ, ആരോഗ്യവകുപ്പിന്റെ സജ്ജീകരണങ്ങൾ, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല ഈ ഇതിന്റെ ഭാഗമായി ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മൊത്തത്തിൽ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞു വരുന്നത്.